സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിന് ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന്, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നാം ഇന്നലെ പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ ഈശോ നമുക്കത് തന്നിരിക്കും. അതിനുള്ള വഴികളാണ് ഈശോ നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. ഈശോയെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി മാത്രം ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ പാവപ്പെട്ട മക്കളായ ഞങ്ങൾ പാപികളാകാതെ ജീവിക്കുന്നതാണല്ലോ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സന്തോഷം. കാരണം അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ കുടികൊള്ളുന്നുണ്ടല്ലോ. ആ ജീവനെ പാപത്തിൻ്റെ പുഴുക്കത്തേൽക്കാതെ തിരിച്ചേൽപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ കർത്താവേ. ആ ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ എളിയവരായ ഞങ്ങൾക്ക് കൃപയേകണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരുടെ മാധ്യസ്ഥവും മാലാഖമാരുടെ സംരക്ഷണവും യാചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തന പുസ്തകം 115 പ്രകാരം പറയുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാണ് നമ്മളെ ഇവിടെ ഇപ്പോൾ ഈശോ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. തുടർന്നുള്ള വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളെക്കുറിച്ച് വിചാരമുള്ളത് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മളെ ഓർക്കുന്നുണ്ട്. നമ്മളെ അനുഗ്രഹിക്കാൻ അവിടുന്ന് ഈ സമയം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞു, കൃപാവരമാകുന്ന സമൃദ്ധിയിൽ ഈ ലോകമാകുന്ന മരുഭൂമി നിറയണം. ഇപ്പോൾ കൃപയൊക്കെ വറ്റി 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 ഒരു വലിയ ഗർത്തം പോലെ ആയിരിക്കുക. അതിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. കൃപാവരത്തിൻ്റെ സമൃദ്ധി കൊണ്ട് ലോകത്തെ നിറയ്ക്കണം. അതാണ് അമ്മയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിനായിട്ടാണ് അമ്മ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഒരുക്കുന്നത്. വിശുദ്ധ ഡൊമിനിക് സാവിയ ഒരിക്കൽ പറഞ്ഞത്, ഒരു വൈദികൻ്റെ വചന സന്ദേശത്തിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു, പരിശുദ്ധ അമ്മയോട് മനുഷ്യമക്കൾ കാണിക്കുന്ന ഭക്തിയും വണക്കവും സ്നേഹവും കണ്ടിട്ട് സാത്താന് ഭയങ്കര ഭയമാണെന്ന്. അതായത് വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വിശുദ്ധ ഡൊമിനിക് സാവിയോ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. അവരെ എങ്ങനെയെങ്കിലും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, മക്കളെ, എൻ്റെ വിമലഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെ ഞാൻ ഒന്നിച്ച് ചേർക്കാണ്. നിങ്ങളെ യേശുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുക, നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുകയാണ് എൻ്റെ ദൗത്യം. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് പ്രതിഷ്ഠിക്കുക എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ, നന്മയുടെ വഴികൾ, വെളിച്ചത്തിൻ്റെ വഴികൾ സ്വീകരിക്കാം. 39ാമത്തെ സന്ദേശം 2000 ഓഗസ്റ്റ് 15 അമ്മ തന്നത്. മക്കളെ, കരുണയുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. കരുണയെ നിങ്ങൾ നിരസിക്കരുത്. കരുണയുടെ പാനപാത്രം
നിറഞ്ഞു കവിയുമ്പോൾ കരുണ നമ്മൾക്ക് കിട്ടാനുള്ള അവസരം കൂടുതലാകുകയാണ്. അപ്പോൾ നമ്മൾ കരുണയെ നിരസിച്ച് കളയാതെ കവിഞ്ഞൊഴുകുന്ന കരുണ, ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം, അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കരുണയ്ക്കായിട്ടുള്ള യാചനയായിരിക്കട്ടെ. കാരണം കരുണ അത്രയേറെ ആവശ്യമുള്ള കാലമാണിത്. ദൈവത്തിൻ്റെ കരുണ നിറയണം. കരുണയുടെ പ്രേഷിതയായ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത് എന്താ? ഈ ലോകം മുഴുവനെയും എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കണം. കരുണ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. എല്ലാറ്റിനെയും മറയ്ക്കുന്ന, എല്ലാറ്റിനെയും മറക്കുന്ന, ദൈവസ്നേഹം മാത്രം ഉദിച്ചു നിൽക്കുന്ന, ദൈവിക സ്വഭാവം മനുഷ്യരിൽ രൂപപ്പെടുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ദൈവിക കരുണ സ്വീകരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. അമ്മ പറയുന്നു, കരുണയുടെ യാചനകൾ ദൈവസന്നിധിയിൽ അനവരതം ഉയർത്തുവിൻ എന്നാണ് ഈ അമ്മയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓഗസ്റ്റ് 15 അന്ന് അമ്മ അത്രയാ പറഞ്ഞത്. അത്ര പറഞ്ഞൊരു ചെറിയ 2-3 സെൻറ്റൻസിൽ ഒതുങ്ങുന്ന ഒരു സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ആ കരുണയുടെ സവിശേഷത, കരുണയുടെ മൂല്യം, കരുണയുടെ ആവശ്യകത അത്രയ്ക്കുണ്ട്. എപ്പോഴും കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവിനെന്നാണ് അമ്മ പറഞ്ഞത്. 40ാമത്തെ സന്ദേശം 2000 സെപ്റ്റംബർ 8 അമ്മ തന്നത്. അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വർഗവും ഭൂമിയും സന്തോഷത്താൽ നിറയുന്ന ഈ ദിനത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു. മക്കളെ, നിങ്ങൾ എൻ്റെ തൊട്ടിലിനരികിലേക്ക് വരൂ. ഞാൻ നിങ്ങളെ എളിമയും ആധ്യാത്മിക ശൈശവത്തിൻ്റെ രഹസ്യവും പഠിപ്പിക്കാം. ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് ഈശോ നമ്മോട് പറഞ്ഞില്ലേ? ആ ശൈശവം, ആ നിഷ്കളങ്കത, ആ ശിശുത്വം, അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മ പറയാണ്, അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാം. ആധ്യാത്മിക ശൈശവം, അതിൻ്റെ രഹസ്യം, അത് വലിയൊരു രഹസ്യമാണ്. നമ്മൾ എത്ര വളർന്നാലും ശിശുക്കളെപ്പോലെ ആകണമെന്ന് ഈശോ പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ വളർച്ചയല്ല അതിൻ്റെ അളവുകോല്. ശിശുത്വം മനസ്സിൽ, ആത്മാവിൽ സൂക്ഷിക്കുക, നിഷ്കളങ്കരായിരിക്കുക. അത് നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് അമ്മ നമ്മളെ ക്ഷണിക്കുന്നത്. ഈ അമ്മ കർത്താവിൻ്റെ നിസ്സാര അടിമയായപ്പോഴാണ് ഈ അമ്മ അതെല്ലാം മനസ്സിലാക്കിയത്. അമ്മ പറയണ കേട്ടോ, ഒരടിമയെപ്പോലെ കർത്താവിൻ്റെ ദാസി. അത് വെറുതെ ഒരു ഏറ്റുപറച്ചിലൂടെ, ഒരു സെൻറ്റൻസ് പറയുന്നതിലൂടെ നിർവഹിച്ചു കഴിഞ്ഞതല്ല. അത് അമ്മയുടെ ജനനം മുതൽ അമ്മ ലോകത്തിൽ നിന്ന് വേർപ്പെടുന്ന അത്രയും സമയം വരെ അമ്മ ഒരു അടിമയെപ്പോലെ, അതായത് ദൈവത്തിനൊന്നും നിഷേധിക്കാതെ ദൈവം പറയുന്നതിനോടൊക്കെ വിശ്വസ്തയായിട്ട് അനുസരണത്തോടെ അമ്മ നിലകൊണ്ടു. അതാണ് അടിമ. അല്ലാതെ ഒരു അധികാരിയുടെ മുൻപിൽ അടിമയായിട്ട് അടിമവേല ചെയ്യുക എന്നല്ല അമ്മ ഉദ്ദേശിച്ചത്. അമ്മ ഈശോയുടെ പ്രിയപ്പെട്ട മകളായിരുന്നു, പ്രിയപ്പെട്ട ദാസിയുമായിരുന്നു. അമ്മ യേശുവിൻ്റെ അമ്മയായിരുന്നു. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അമ്മയ്ക്കുണ്ടായിരുന്ന ആധ്യാത്മിക ശിശുത്വം, അതാണ് അമ്മയുടെ നിഷ്കളങ്കത, എളിമ എന്ന് പറയുന്നത്. നിസ്സാരരിലൂടെയും ബലഹീനതയിലൂടെയും കൂടി മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനാൽ നിങ്ങൾ ആധ്യാത്മികതയിൽ പക്വത പ്രാപിച്ചവരും, ആധ്യാത്മികതയിൽ പക്വത പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ എളിമയുള്ളവരായിരിക്കും, ശിശുത്വം സൂക്ഷിക്കുന്നവരായിരിക്കും, എന്നാൽ പക്വതയുള്ളവരായിരിക്കും. സമർപ്പണത്തിൽ പൂർണ്ണരും നിഷ്കളങ്കരുമായി തീരുക, അതാണ് ആധ്യാത്മിക ശൈശവത്തിൻ്റെ രഹസ്യം. ആധ്യാത്മികതയിൽ പക്വമതികളായിരിക്കും. വെറുതെ കാണിച്ചു കൂട്ടലുകളൊന്നും ആയിരിക്കില്ല ആധ്യാത്മിക അഭ്യാസങ്ങൾ. ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ അത് ജീവിതമായിരിക്കും.
എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും ശിശുക്കളെപ്പോലെ അനുസരിക്കും, പക്വമതികളെപ്പോലെ ആധ്യാത്മിക ജീവിതം നയിക്കും. സമർപ്പണത്തിൽ പൂർണ്ണരായിരിക്കും. പകുത്ത് വെച്ച് മാറ്റി നിർത്തിയിട്ട് ഇന്ന കാര്യം കർത്താവിന് കൊടുക്കേണ്ട, ഇന്ന കാര്യം കർത്താവിന് കൊടുക്കുക, അങ്ങനെ ഒരു കൊടുക്കലില്ല. അത് സമ്പൂർണ്ണ സമർപ്പണമായിരിക്കും. സ്നേഹിക്കാനുള്ളൊരു കഴിവ്, മറ്റുള്ളവരെ സ്നേഹിച്ച് അത് അശുദ്ധ സ്നേഹത്തിന് കൊടുത്തിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് പൂർണ്ണതയല്ല. അശുദ്ധമായ സ്നേഹബന്ധങ്ങളെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് പൂർണ്ണമായുള്ള സ്നേഹം ദൈവത്തിലേക്കാണ്, ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്നുള്ള സമർപ്പണമുണ്ടല്ലോ, ആ സമർപ്പണം നമ്മുടെ ജീവിതം, ജീവൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് നിഷ്കളങ്കരായി തീരുക, കളങ്കമില്ലാത്തവരായി തീരുക, ആരോടും വെറുപ്പില്ലാതായി തീരുക. വെറുക്കുന്ന ആത്മാവ് ജഡമായി തീരും. ജഡം അങ്ങനെ ആയിത്തീർന്നാൽ അതൊരു പാപമായി തീരും. അങ്ങനെ ജഡത്തെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ശരീരം മാറരുത്. എന്നിട്ട് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കുടുംബങ്ങളിലാണേലും കമ്മ്യൂണിറ്റികളിലാണെങ്കിലും കുറേ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉള്ളവരുണ്ടാകാം. എന്നാൽ അവരെ വെറുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് അവരെ സ്നേഹിക്കാതെ അവരെ അവഗണിച്ച് തരം താഴ്ത്തിക്കണ്ട് ജീവിച്ചിട്ട് ഞാൻ വലിയവനാണ് വലിയവളാണെന്ന് സ്വയം ആശ്വസിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അത് ആധ്യാത്മിക ശിശുത്വമല്ല, അത് പക്വതയില്ലാത്ത ആധ്യാത്മികതയാണ്. പല മക്കളും ഷെയർ ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്കറിയാം. ഞാനും ഒരു കമ്മ്യൂണിറ്റിയിൽ, 2 കമ്മ്യൂണിറ്റികളിൽ സിസ്റ്ററാകാൻ പോയിട്ട് ജീവിച്ചത് തന്നെയാണ്. സിസ്റ്ററാകാൻ സാധിച്ചില്ല എനിക്ക്. കമ്മ്യൂണിറ്റിയിൽ ഒരു 16 പേരുണ്ടെങ്കിൽ 16 സ്വഭാവമായിരിക്കാം. എന്നാൽ ആ സ്വഭാവത്തെ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു വിശാലമായ ആത്മീയ പക്വത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതില്ലെങ്കിൽ കലഹമായിരിക്കും, വെറുപ്പായിരിക്കും, വാശി, വൈരാഗ്യം, കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഇന്ന് ഒത്തിരി കമ്മ്യൂണിറ്റികളിൽ, ഭവനങ്ങളിലും. ഒരാൾക്ക് ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒരാളുടെ നന്മ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറവുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാന്നൊക്കെ ചിലർ പറയും. ചില ഭവനങ്ങളിലെ വഴക്കുകളൊക്കെ കേൾക്കാൻ അവരുടെ പങ്കുവയ്ക്കലിലൂടെ കേട്ടപ്പോൾ എന്തോ അശ്ലീലമായ സംസാര രീതികളാ. ഇതൊക്കെ പക്വതയില്ലാത്ത ആത്മീയതയാണ്. അവരാണെങ്കിൽ മുഴുവൻ സമയം ജപമാല ചൊല്ലുന്നവരാണെന്നൊക്കെയാ പറയുന്നേ, പ്രാർത്ഥിക്കുന്നവരാണ്. ഉണ്ടായിരിക്കാം അവരിലും നന്മയുണ്ട്. പക്ഷേ അവരിലെ നന്മയെ കെടുത്തിക്കളയുന്നത് അറിവില്ലായ്മയോ അന്ധതയോ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളോ ആയിരിക്കാം. അറിവുള്ളവർ, ആധ്യാത്മികമായി പക്വത പ്രാപിച്ചവർ അത് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തിലേക്ക് ഒരു കുടുംബ അന്തരീക്ഷത്തെ, ഒരു സമൂഹ അന്തരീക്ഷത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതല്ലേ സുവിശേഷ പ്രവർത്തനം. അങ്ങനെ ആയിരിക്കുന്ന ഒത്തിരി മക്കൾ നിറഞ്ഞ ലോകമാണെങ്കിൽ ഇതൊരു സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും കുരിശുകളും വരുമ്പോൾ ആ കുരിശുകൾക്ക് താഴെ ഈ അമ്മയുണ്ട്. അമ്മ വീണ്ടും കാൽവരിയിലേക്ക് നമ്മെ കൊണ്ടുപോകുക. അമ്മ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും കുരിശുകളും വരുമ്പോൾ വരും, അത് തീർച്ചയാണ്. ആ കുരിശുകൾക്ക് താഴെ അമ്മയുണ്ട്. കാൽവരി കുരിശിൻ്റെ താഴെ അമ്മ നിന്നതുപോലെ അമ്മയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ എൻ്റെ പുത്രൻ നോക്കിയതുപോലെ ഒന്ന് നോക്കിയാൽ മതി, സർവ്വതും ഞാൻ ഏറ്റെടുക്കാം. കുഞ്ഞെ, നീ സങ്കടത്തിലും സഹനത്തിലും കിടന്ന് കഷ്ടപ്പെടുകയാണോ? നീ വേദനിക്കുകയാണോ? എൻ്റെ മകൻ നോക്കിയതുപോലെ നീ കിടക്കുന്ന കുരിശിൻ്റെ ചുവട്ടിലേക്ക് നീ ഒന്ന് നോക്ക്. നിന്നെ താങ്ങാൻ ഈ അമ്മയുണ്ടെന്നേ. അമ്മ സഹായിക്കാം, അമ്മ ഏറ്റെടുക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കുവാനും ദൈവിക പദ്ധതികൾ വിശ്വസ്തയോടെ നിറവേറ്റാനും കൃപാവരത്തിൻ്റെ പാതയിലൂടെ യേശുവിനെ അനുഗമിക്കാനും അമ്മ നമ്മളെ സഹായിക്കാം എന്ന് ഉറപ്പു തരുന്നു. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താ? സ്വാതന്ത്ര്യത്തിലാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയോ? എന്തിനൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി? മഹാത്മാഗാന്ധിജി കഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം പലതും ഇന്ന്
മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കാനോ സ്വാതന്ത്ര്യം അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല. പാരതന്ത്ര്യത്തിൻ്റെ കൂട്ടിലാണ് നമ്മളൊക്കെ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവിക സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാനും സ്വീകരിക്കാനും അനുഭവിക്കാനും പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മെ ഒരു ബന്ധനത്തിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പഠിച്ചിട്ടില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന്. എത്ര സ്വർണ്ണക്കൂട്ടിലിട്ട വ്യക്തിയാണെങ്കിലും അത് കൂട്ടിലായിരിക്കുന്നിടത്തോളം കാലം അതിന് സ്വാതന്ത്ര്യമില്ല, ഒന്ന് പറക്കാൻ പറ്റില്ല ഒരു പക്ഷിക്ക്. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായി ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാലേ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ നമ്മിലൂടെ തമ്പുരാന് പറ്റുള്ളൂ. അതിനാണ് പരിശുദ്ധ അമ്മ ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നത്. അമ്മ നമ്മളോട് പറയുന്നത് ആ പദ്ധതികളൊക്കെ വിശ്വസ്തയോടെ നിറവേറ്റാൻ മക്കളെ അമ്മ സഹായിക്കാട്ടോ. അമ്മയുടെ അടുത്തേക്ക് വരിക. മക്കളെ, ഭൂതകാല മുറിവുകളുടെ വേദനകൾ ഇനി ഒരിക്കലും ഓർക്കരുത്. നമ്മളൊക്കെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒത്തിരി വേദനകൾ കിട്ടിയിട്ടുള്ളതാ എന്നും പറഞ്ഞ് ആ വേദനകളെ എങ്ങനെ താലോലിച്ച് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? എങ്കിൽ നമ്മൾ ജീവിക്കില്ല. അതൊക്കെ മറന്നു കളയണം. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നത് വരുന്നതേ ഉള്ളൂ. ഇന്ന് ജീവിക്കാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തുന്ന എന്തിനേയും വെറുത്തുപേക്ഷിക്കുക. പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കാൻ ഉത്സാഹം തരാത്ത എല്ലാറ്റിനെയും വെറുക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അത് തിന്മയെ വെറുക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നന്മ എപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, പ്രാർത്ഥനയിലേക്ക് നയിക്കും, നമ്മെ പ്രാർത്ഥനയാക്കി മാറ്റും. നന്മയുടെ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത പ്രാർത്ഥനയായിട്ട് മാറ്റാൻ പറ്റും. കാരണം എന്നെ ദൈവം കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഈ ലോകത്തെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ ഈശോ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവിടത്തേക്ക് സുവ്യക്തവും അനാവൃതവുമാണ്. എൻ്റെ ചെയ്തികളും പ്രവൃത്തികളും എൻ്റെ ജീവിത രീതികളും ഞാൻ രഹസ്യത്തിൽ എന്ന് ഞാൻ ചിന്തിച്ച് ചെയ്യുന്ന പാപങ്ങളും ഞാൻ പറയുന്ന വാക്കുകളും എല്ലാം ഈശോ കാണുന്നുണ്ട്. ഒന്നും അവിടുത്തെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് ഒരു നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മുടെ അസ്തിത്വം ദൈവത്തിലാണ്. ആ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാം. മക്കളെ, നിങ്ങൾ അറിയുക, ലോകം ഇന്ന് ശാപം ഏറ്റുവാങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ശിശുവധമാണ്. ദൈവം നിക്ഷേപിച്ച ജീവനെ കൊന്നുകളയുന്നതാണ് ലോകം ഏറ്റുവാങ്ങുന്ന വലിയ ശാപത്തിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ മുൻപ് പ്രാർത്ഥിച്ചു ഭ്രൂണഹത്യക്കെതിരായിട്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ശിശുക്കളെ ദൈവം തന്നിട്ടുള്ളത് ഇന്ന് എത്ര മക്കളാന്ന് പറയും. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാതെ ജീവിക്കുന്നുണ്ട്. എന്ത് കണ്ണുനീരാ അവർക്കൊക്കെ. അപ്പോഴാണ് ദൈവം തന്ന ജീവനെ വകവരുത്തിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വകവരുത്തുന്നത്. ചിലപ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകൾ പറഞ്ഞിട്ട് വധിക്കാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി, ആബേലിൻ്റെയും കായേലിൻ്റെയും ബലി ഓർക്കുന്നില്ലേ? ആബേലിൻ്റെ വിളി പോലെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ എപ്പോഴും ഉണർത്തുന്നുണ്ട് ഈ ലോകത്തിൻ്റെ പാപം. അമ്മമാരുടെ ഉദരങ്ങളിലായിരിക്കുമ്പോൾ തന്നെ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളാണ്. അവരുടെ രോദനം തിരമാലകൾ പോലെ അലയടിക്കുന്നു. ഒരു അമ്മയെ പറയുന്നേ, ഒരു കടലിലെ തിരമാല ഇങ്ങനെ അലയടിക്കും. തിരമാലകൾ അലയടിച്ചു സുനാമി വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ ഒരു സുനാമിയുടെ അലയടിയാണ്. കടലിൻ്റെ തിരമാലകൾ അലയടിക്കുന്നത് പോലെ ലോകത്ത് കൊല ചെയ്യപ്പെട്ട, ഭ്രൂണഹത്യയാൽ കൊല ചെയ്യപ്പെട്ട മക്കളുടെ രക്തത്തിൻ്റെ നിലവിളി സ്വർഗത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുക. ഭൂമി ശാപം, ലോകം ശാപം ഏറ്റുവാങ്ങുന്നു. ഈ ദുരവസ്ഥയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിക്കുകയും വളരുകയും ചെയ്യുന്നവരും അബദ്ധസഞ്ചാരികളും
ദൈവനിയമത്തിൻ്റെ നഗ്നമായ ലംഘകരുമായി തീരുന്നു. ജീവിക്കാൻ അനുവദിക്കാതെ കുറേ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക മാത്രമല്ല, ജീവിക്കുകയും വളരുകയും ചെയ്യുന്നവർ അബദ്ധമായ വഴികളിലൂടെ പോയി ദൈവനിയമത്തിൻ്റെ നഗ്നമായ ലംഘകരായിട്ട് ലോകത്ത് വിരാജിക്കുന്നുണ്ട്. നേരത്തെ ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, മക്കളെ, ആൾക്കൂട്ടത്തിലിടയിലൂടെ നിങ്ങൾ നടക്കുമ്പോഴും ഒരു വേറിട്ട കാൽവെപ്പ്, എനിക്കും നിങ്ങൾക്കും മാത്രം മനസ്സിലാകുന്ന ഒരു കാൽവെപ്പ് നിനക്കുണ്ടെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറപ്പിക്കപ്പെടുന്ന സാക്ഷ്യജീവിതങ്ങൾ ഇല്ലാത്തതിനാൽ നഗ്നമായ ദൈവവഞ്ചകരായിട്ട്, ദൈവനിഷേധകരായിട്ട് ലോകത്ത് അനേകർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയുടെ സങ്കടമാണ്. പാപത്തെ മൂല്യമുള്ള പ്രവൃത്തികളായി തെറ്റിദ്ധരിപ്പിച്ച് സാത്താൻ ഇവരിൽ വിജയം കണ്ടെത്തുന്നു. ഇതിനു മുൻപുള്ള സന്ദേശം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടില്ലേ, പാപത്തെ പാപമായി കാണാതെ, തെറ്റിനെ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ, തെറ്റായി മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ നെടുംതൂണുകളായിട്ട് വളർന്നു വരുന്നൊരു തലമുറയുണ്ട് ഈ ലോകത്തിൽ. പാപം പാപമാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാനും അതിനെതിരെ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അതിന് വേണ്ടത്. പാപത്തെ പാപമായി കാണാനും പാപബോധം ഉണ്ടാകാനും മനുഷ്യർക്ക് കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഇതിലൂടെ എല്ലാം പറയുന്നേ. ഓ ദുഷിച്ച ലോകമേ, കർത്താവിൻ്റെ കരുണയെ അവഗണിക്കുന്ന നീ നീതിക്കും കരുണയ്ക്കുമായി കണ്ണുനീർ പൊഴിക്കേണ്ടി വരുമെന്നോർക്കുക. ലോകത്തോട് അമ്മ പറയുകയാണ്, ദുഷിച്ച ലോകമേ, വിസർജന കുഴിയേക്കാൾ നാറുന്നു എന്ന് അമ്മ മുൻപുള്ള സന്ദേശത്തിൽ ലോകത്തോട് പറഞ്ഞില്ലേ. ആ ലോകത്തോട് അമ്മ പറയാ, ദുഷിച്ച ലോകമേ, കർത്താവിൻ്റെ കരുണയെ അവഗണിക്കുന്ന നീ നീതിക്കും കരുണയ്ക്കുമായി കണ്ണുനീർ പൊഴിക്കേണ്ടി വരും. നമ്മളിന്ന് കരയുന്നില്ലേ, കണ്ണുനീർ പൊഴിക്കുന്നില്ലേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളൊക്കെ ഓർത്താൽ, ലോകത്തിൻ്റെ ഗതി എന്തായിരുന്നു എന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ്. മക്കളെ, ഈ അമ്മയോടൊപ്പം നിന്ന് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൃപകളിൽ നിലനിൽക്കുക. മനുഷ്യ മനസ്സ് വെറുപ്പും വിദ്വേഷവും മൂലം കരിഞ്ഞു പോയിരിക്കുന്നു. വിദ്വേഷം വന്നാൽ, വെറുപ്പ് വന്നാൽ തീയിട്ട് കരിച്ചതുപോലെ, പുല്ലൊക്കെ തീയിട്ട് കരിക്കില്ലേ, പിന്നെ അവിടെ അത് മുളയ്ക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതുപോലെ മനസ്സ് വെറുപ്പും വിദ്വേഷവും കൊണ്ട് കരിഞ്ഞു പോകും. മനസ്സിനൊരു കരിച്ചിൽ തട്ടിയാൽ പിന്നെ അവിടെ ഒരു നന്മയുടെ ചിന്ത ഉണ്ടാകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മൃഗങ്ങളെപ്പോലെ പരസ്പരം കടിച്ചു കീറുന്നു. എന്തുകൊണ്ടാ? ഈ വിദ്വേഷം, ഈ വെറുപ്പ്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുണ്ട്, രാഷ്ട്രീയ അധികാരികൾ തമ്മിലുണ്ട്, സഭയിലുണ്ട്, സഭയുടെ അധികാരികൾ തമ്മിലുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുണ്ട്. വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്. ലോകത്ത് ഇത് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. പരസ്പരം കടിച്ചു കീറുന്നു. മനുഷ്യജീവൻ്റെ വില ആരും മനസ്സിലാക്കുന്നില്ല. വിഗ്രഹാരാധകരും പരദൂഷകരും കള്ളപ്രബോധകരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിൽ പരസ്പരം കടിച്ചു കീറി, ക്രിസ്തീയതയെ വലിച്ചു കീറി, ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്ന നമ്മളോട് ഈശോ പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ, ഈ സമയത്താണ് കള്ളപ്രബോധകർ ഇറങ്ങുന്നത്. തെറ്റിനെ തെറ്റാണെന്ന് അവർ പറഞ്ഞു തരില്ല കാര്യസാധ്യത്തിന് വേണ്ടി. കള്ളനാണയങ്ങളെ തിരിച്ചറിയണം, വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ തിരിച്ചറിയണം. പ്രവാചക രൂപത്തിലും മാലാഖയുടെ വേഷത്തിലുമെല്ലാം വരും. പക്ഷേ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വയം പൂജയോ സ്വയം പുകഴ്ത്തലോ പണസമ്പാദ്യമോ ഒക്കെ ആയിരിക്കാം. തിരിച്ചറിയണം. അധികാര ദുർമോഹം, ലോകസുഖം, ഇവ മനുഷ്യൻ്റെ ഹരമായി തീർന്നിരിക്കുന്നു. ഒരു ഹരമാണ് മനുഷ്യന്. വലിയ അധികാരിയാകുക, വലിയ പ്രൗഢിയിലായിരിക്കുക, ലോകസുഖമാവോളം അനുഭവിക്കുക. തിരുവചനത്തിൽ പറയുന്നില്ലേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കളപ്പുരയിൽ നീ എന്തൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഈ രാത്രിയിൽ നിന്റെ ജീവൻ്റെ ദാതാവ് തിരിച്ചെടുത്താൽ ഇതൊക്കെ നീ സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് ഫലം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ്
ലോകസുഖം അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരോടാണ് പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളത്. അധികാര ദുർമോഹം, ലോകസുഖം ഇവയൊക്കെ മനുഷ്യൻ്റെ ഹരമായി തീർന്നു. ദൈവം മനുഷ്യൻ്റെ ഹരമായി തീരുന്നത് എപ്പോഴാണ്? ദൈവിക ചിന്തകൾ മനുഷ്യൻ്റെ ഹരമായി തീരുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുമ്പോഴാണ്. ലോകം വെച്ച് നീട്ടുന്ന ക്ഷണികതയെ നിസ്സാരവൽക്കരിക്കാൻ, നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം കണ്ട് ഈ അമ്മ കരയുന്നു. ഇപ്പോൾ ഇത്രയും സന്ദേശങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ ഇത് 40ാമത്തെ സന്ദേശമാണ്. അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞു മക്കളോട്, മക്കളെ ഞാൻ കരയുന്നു. ഞാൻ കരയുന്നതിന് കാരണം എന്തെന്നാണ് അമ്മ പറഞ്ഞത്? ഓർക്കുന്നില്ലേ? അതെല്ലാം ഓർത്തെടുത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. നമ്മളിതെല്ലാം ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. മക്കളെ, അമ്മ കരയുന്നു. കാരണം എൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹിതം ചവിട്ടിത്തേക്കപ്പെടുന്നു. മുൻ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ആഗ്രഹം, നിത്യരക്ഷയെ പ്രതിയുള്ള അവിടുത്തെ പദ്ധതി എല്ലാം ചവിട്ടിത്തേക്കപ്പെടുന്നു. അതിനാൽ മക്കളെ, അന്ധകാരപൂർണമായ നിശകളിൽ പ്രകാശം പരത്തുവാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഗുഹകൾ, വാതിലുകൾ തുറന്നിടുവിൻ. അന്ധകാരത്തിൽ പ്രകാശം നിറയ്ക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. അന്ധകാരത്തെ പഴിച്ചുകൊണ്ടിരുന്നാൽ അന്ധകാരത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് വെറുപ്പിലും വിദ്വേഷത്തിലും നിറഞ്ഞ് കരിഞ്ഞു പോയെങ്കിലും, കടിച്ചു കീറലിൻ്റെ വിദ്വേഷം അവൻ്റെ മനസ്സിലുണ്ടെങ്കിലും, ലോകസുഖവും അധികാര ദുർമോഹവും അവൻ്റെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടെങ്കിലും, പരിശുദ്ധ അമ്മ പറയാ, ആ ഹൃദയം ഒന്ന് തുറക്ക്. കർത്താവ് പ്രകാശം വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരം ആണ് നിൻ്റെ ഉള്ളിലെങ്കിലും നീ അതൊന്ന് തുറന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്ക്. എളിമയോടെ മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിക്ക്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയാണെങ്കിൽ നിർമ്മലമായ വിശുദ്ധിയുടെയും അപാരമായ കരുണയുടെയും, നിർമ്മലമായ വിശുദ്ധിയുടെയും അപാരമായ പരിമിതിയില്ലാത്ത കരുണയുടെയും മാർഗത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ചരിക്കുക. അമ്മ നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ചില വഴികൾ പറഞ്ഞു തരികയാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നോ നീ? യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, യേശുവിനെ അനുധാവനം ചെയ്യുകയാണെങ്കിൽ നിന്നിൽ നിർമ്മലമായ വിശുദ്ധി ഉണ്ടാകും. നിർമ്മലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും നീ. നിന്നിലൂടെ ഒഴുകുന്ന കരുണയ്ക്ക് അളവുണ്ടാകുകയില്ല. എല്ലാത്തിലും ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ കരുണ ദർശിക്കാൻ, കരുണ കൊടുക്കാൻ, കരുണയായി തീരാൻ, കരുണയുടെ മനുഷ്യരൂപമായി തീരാൻ നിനക്ക് പറ്റും. ആരെയും നിനക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ആരെയും നിനക്ക് അവഗണിക്കാൻ പറ്റില്ല. കരുണയുടെയും മാർഗത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ചരിക്കുക. മക്കളെ, പരിശുദ്ധ കുർബാനയും ദൈവവചനവും ജപമാല പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി സ്രോതസ്സുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ശക്തി പകരുന്നത് എന്താ? ഒരുപക്ഷെ നമ്മുടെ പണമായിരിക്കാം. പണം ആവശ്യത്തിന് വേണം. എപ്പോഴും ഈ പണത്തെ കുറ്റം പറയുകയല്ല. പണം അതിൽ തന്നെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം പണം നേടുക എന്നുള്ളത് മാത്രമാണെങ്കിൽ, നമ്മുടെ ദൃഷ്ടി പണസമ്പാദനം മാത്രമാണെങ്കിൽ, ആ പണം നമ്മെ ഭരിക്കാൻ തുടങ്ങും. അത് നമ്മെ അധപതനത്തിലേക്ക് നയിക്കും. ദൈവം തന്നിരിക്കുന്ന എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളെ അത് അടിമപ്പെടുത്തുന്നതാണെങ്കിൽ, ദൈവിക നന്മകൾ ഒഴികെ ബാക്കി എന്തെങ്കിലും നമ്മെ അടിമപ്പെടുത്തുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മാറ്റി നിർത്തുന്നെങ്കിൽ, എന്തിനോടാണോ നമുക്ക് ഏറ്റവും താല്പര്യം, മമത, പണത്തിനോടോ പ്രശസ്തിയോടോ അധികാരത്തോടോ ആകർഷണങ്ങളോടോ ലോകത്തോടോ ശരീരത്തോടോ എന്തിനോടാണെങ്കിൽ അത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം നിർമ്മലമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായി നിലനിൽക്കേണ്ടത് പരിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയും ദൈവവചനം അനുസരിച്ചുള്ള ജീവിതവുമാണ്. ഇവയിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഭയവിഹുലരാകാതെ ആത്മീയ ധൈര്യം സംഭരിക്കുക. നിങ്ങളുടെ ഈ അമ്മയെ ഒന്ന് നോക്കുക. നിങ്ങൾ ശിശുക്കളെ പോലെയാകുക. വീണ്ടും അമ്മ പറയുന്നത് എന്താ? ശിശുക്കളെ പോലെ ആകുക.
നിങ്ങളുടെ അമ്മയെ നോക്കുക, ശിശുക്കളെ പോലെയാകുക. നിങ്ങളുടെ ശിശുത്വമത്രേ എൻ്റെ വലിയ ശക്തി. കാരണം എന്താ? ശിശുക്കളെ പോലെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അങ്ങനെ നമ്മൾ ശാരീരികമായി വളർന്നാലും ആത്മീയമായി പക്വതയുള്ള ശിശുത്വം സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നിഷ്കളങ്കരാണെങ്കിൽ, അത് അമ്മയുടെ ശക്തിയാണ്. അമ്മയ്ക്കതൊരു വലിയ ഫലമാണ്. യേശുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അമ്മയ്ക്ക് മക്കളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ആ കുഞ്ഞ് ശിശുത്വം പക്വതയോടെ സൂക്ഷിക്കുന്ന നിർമ്മലമായ ഹൃദയമുള്ള കുഞ്ഞാണെന്ന് അമ്മ നമ്മളെ ചേർത്ത് നിർത്തി ഈശോയോട് പറയും. നമുക്ക് സ്വർഗത്തിൽ എത്തണ്ടേ ഈ വഴിയിലൂടെ? നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്ന സാത്താനെ ചെറുത്തു തോൽപ്പിക്കാം. സഹനങ്ങളേറുമ്പോൾ പരിഭ്രമിക്കരുത്, പിന്മാറരുത്. പരീക്ഷണങ്ങളിൽ വിജയം വരിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നിങ്ങളെ സഹായിക്കാൻ അമ്മ നിങ്ങളോടൊപ്പമുണ്ട്. ഇത്രയൊക്കെ അമ്മ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ മക്കളെ സഹിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലൊരു സഹനമാണ്, ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട്. ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നമുക്ക് എല്ലാം അനുഭവിക്കാം, അർഹതയുണ്ട്, അവകാശമുണ്ട്. എന്നാൽ നമുക്ക് അർഹിക്കാത്തത്, ഈശോ ഇഷ്ടപ്പെടാത്തത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോഴാണല്ലോ അത് പാപമായി തീരുന്നത്. അങ്ങനെ തിന്മ ഗ്രസിച്ചിരിക്കുന്ന ഈ ലോകത്ത് തിന്മയെ അതിജീവിച്ച് സഹിച്ച് ജീവിക്കുന്ന സഹന രാക്ഷസന്മാരെ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന് ആവശ്യമുണ്ടെന്ന് അമ്മ പറയുക. അത് ഞാനും നിങ്ങളുമാണെന്ന്. ലോകത്തിൽ ജീവിച്ച് ലോകത്തിൻ്റെതാകാതെ സഹിച്ച് ജീവിക്കുന്ന സഹന രാക്ഷസന്മാരായിട്ട്, സഭയുടെ വക്താക്കളായിട്ട്, സ്വർഗത്തിൻ്റെ മൂല്യമുള്ള നിധികളായിട്ട് ജീവിക്കാൻ അമ്മ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം. പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുക, അമ്മ കൂടെയുണ്ടെന്ന്. എൻ്റെ ഭൗമിക ജനനത്തെ ആദരിക്കുന്ന നിങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസവും സന്തോഷവും ധൈര്യവും പകർന്നു തരാൻ ഈ അമ്മ എന്നും നിങ്ങളോടൊപ്പമുണ്ടെന്ന് മറക്കരുത്. ഒരമ്മ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ എന്നെ മറക്കല്ലേ, എന്നെ മറക്കല്ലേ കേട്ടോ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടാവും. അമ്മ ഒരിക്കലും നമ്മളെ മറക്കുന്നില്ല. അമ്മ നമ്മളോട് പറയാം, മക്കളെ നിങ്ങൾ എന്നെ മറക്കരുത്. അമ്മയെ മറക്കാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാ? സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, ദൈവിക ബോധ്യത്തിലും ദൈവിക നീതിയിലും ജീവിക്കുവാനുള്ള കൃപ, കഴിവുകളെ കൃപകളാക്കി മാറ്റാനുള്ള അനുഗ്രഹം, സ്വർഗം തന്നെയും അമ്മ നമുക്ക് വാങ്ങിത്തരും. അമ്മയെ നമുക്ക് സ്നേഹിക്കാം, അമ്മ പറയുന്നത് നമുക്ക് അനുസരിക്കാം, അമ്മയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായി തീർന്ന് ദൈവത്തിൽ അലിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. അമ്മ നമ്മുടെ ഒപ്പമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ധൈര്യപൂർവം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായി തീർന്ന് ദൈവത്തിൽ അലിയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിക്കാനും ആ അഗ്നിയുടെ പ്രകാശഗോളങ്ങളായിട്ട് ജീവിക്കുവാനും അങ്ങനെ ദൈവത്തിൽ അലിയാനും നമുക്ക് സാധിക്കണമെന്ന പരിശുദ്ധ നമ്മോട് പറയുന്നത്. അഗ്നിജ്വാലകളായിട്ട് ജീവിക്കുക, ദൈവസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായിട്ട് ജീവിക്കുക, പരിശുദ്ധാത്മ അഗ്നിയായിട്ട് ജീവിക്കുക, ദൈവകൃപയുടെ അഗ്നിയായിട്ട് ജീവിക്കുക. അങ്ങനെ നീ ഒരു അഗ്നിയായിട്ട് മാറുമ്പോൾ, അഗ്നിജ്വാലയായിട്ട് മാറുമ്പോൾ ആ ജ്വാല എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. ആ ജ്വാലയുടെ ജ്വലനത്തിൽ അരുതായ്മകളെല്ലാം കരിഞ്ഞു പോകും. തിന്മ, പാപം, അശുദ്ധി എല്ലാം കരിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വാല, അതാണ് ഞാനും നിങ്ങളും. ആ ജ്വാല എരിഞ്ഞുകൊണ്ടേയിരിക്കണം. എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഒരു നാൾ സ്വർഗത്തിൽ ദൈവത്തിൽ നമ്മൾ ലയിക്കണം. അതായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ മരണം.
അതിനാണ് അമ്മ നമ്മെ ഇത്രയും സ്നേഹത്തോടെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ആ സ്നേഹത്തിലായിരിക്കാം നമുക്ക്. 41-ാമത്തെ സന്ദേശം നമുക്ക് തുടർന്ന് കേൾക്കാം. 2000 നവംബർ 2-നാണ് അമ്മ സന്ദേശം നൽകുന്നത്. അമ്മ പറഞ്ഞു, എൻ്റെ വത്സല മക്കളെ, സ്നേഹത്തിൻ്റെ ശൃംഖല നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടതിൻ്റെ ദിവ്യ സ്മരണകളിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ജപമാല നൽകി അനുഗ്രഹിച്ചതിൻ്റെ വാർഷികമാണെന്ന്. മനുഷ്യമക്കളുടെ ദയനീയാവസ്ഥയിൽ ഞാൻ ദുഃഖമനുഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ദൈവമക്കളുടെ ശത്രുവായ പിശാച് ഏതു ഭൂവിഭാഗം കീഴ്പ്പെടുത്തിയാലും പ്രാർത്ഥന കൊണ്ട് എപ്പോഴും അത് തിരിച്ചു പിടിക്കുന്നതിന് നിങ്ങളെ ശക്തരാക്കാൻ ഈ അമ്മ കൂടെയുണ്ടായിരിക്കും. അമ്മയ്ക്ക് ലോകം ഒരുപാട് ദുഃഖങ്ങളും വേദനകളും നൽകിയാലും അമ്മയുടെ കുറച്ച് മക്കള് നന്നായി ജീവിക്കുന്നത് കണ്ട്, സ്നേഹിക്കുന്നത് കണ്ട്, പ്രാർത്ഥിക്കുന്നത് കണ്ട്, പിശാചിനെതിരെ പൊരുതി ജീവിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പറയാ, പ്രാർത്ഥന കൊണ്ട് ഈ ഭൂവിഭാഗത്തെ, സാത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഭൂവിഭാഗത്തെ തിരിച്ചു പിടിക്കാൻ, ശക്തരാക്കാൻ, നമ്മളെ ശക്തരാക്കാൻ അമ്മ കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെയുള്ള അമ്മയെ തിരിച്ചറിയാതെ പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് കരുത്തു പകരുന്ന പരിശുദ്ധ അമ്മയുടെ ദിവ്യ ആഹ്വാനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചല്ലോ, പലർക്കും നമ്മെ കരുത്തരാക്കാൻ പറ്റും അവരുടെ വാക്കുകൾ കൊണ്ട്. പക്ഷേ കരുത്തിനൊക്കെ ജീവൻ പകർന്നു തരാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനാണ്. ആ യേശു ക്രിസ്തു നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. അമ്മ നമുക്ക് അതിനുള്ള അനുഗ്രഹം വാങ്ങി നൽകും. ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ഉണ്ടാകട്ടെ എന്ന അവിടുത്തെ വാക്കിനാൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ലാസറേ പുറത്തു വരിക എന്നുള്ള അവിടുത്തെ വാക്കിനാൽ മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ജീവനിലേക്ക് കൊണ്ടുവരുന്ന വാക്കാണ് വചനം. ആ വചനമാണ് ദൈവം. നമ്മുടെ വാമൊഴികൾ തെറ്റിപ്പോയാലും ദൈവമാകുന്ന വചനത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കുന്നിടത്തോളം കാലം പുനരുജ്ജീവിപ്പിക്കേണ്ടതിനെ ജീവിപ്പിക്കുവാൻ, തിരിച്ചു പിടിക്കേണ്ടതിനെ തിരിച്ചു പിടിക്കുവാൻ, സുഖപ്പെടുത്തേണ്ടതിനെ ലേപനം പുരട്ടുവാൻ, ദൈവിക നന്മയിലേക്ക് മനുഷ്യമക്കളെ വളർത്തുവാൻ യേശു കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ആ യേശുവാകുന്ന സത്യത്തെയും നന്മയെയും നമുക്ക് കാണിച്ചു തരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ തന്നെ അമ്മയായ കന്യകാമറിയം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. മക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മേ, ഞങ്ങളുടെ കൂടെയുള്ള അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ.